ഓരോ തമിഴ് വംശജനും തമിഴ്നാടിനോടും തമിഴ് സംസ്കാരത്തോടും തമിഴ് ഭാഷയോടും അതിലുപരി ഓരോ തമിഴ് ജനതയോടും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെയുണ്ട്. അതുകൊണ്ടാണല്ലോ തമിഴ്നാട് സർക്കാരിന് ഓരോ തമിഴിന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തീരുമാനങ്ങൾ ചങ്കൂറ്റത്തോടെ എടുക്കാൻ സാധിക്കുന്നത്. വനാതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്ററോളം മാറി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാനുള്ള അവകാശം തമിഴ്നാട് സർക്കാർ കൃഷിക്കാർക്കും സാധാരണ ജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് സംഭവിക്കാത്തത്? എത്ര മലയാളികൾക്ക് മലയാള മണ്ണിനോടും മലയാള സംസ്കാരത്തോടും മലയാള ഭാഷയോടും മലയാള ജനതയോടും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉണ്ട്. ഒരു തമിഴൻ അവന്റെ സ്വന്തം നാട്ടുകാരനെ ഏതെങ്കിലും ഒരു ദേശത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ തമിഴ് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവൻ തമിഴ് സംസ്കാരത്തെയും തമിഴ് ഭാഷയും ഒക്കെ സ്നേഹിക്കുകയും അതിലുപരി അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവനാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മലയാളി ബാംഗ്ലൂരിലോ ഡൽഹിയിലോ ഒക്കെ വെച്ച് വേറെ ഏതെങ്കിലും ഒരു മലയാളിയെ കണ്ടുമുട്ടിയാൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മലയാളിയെ അല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് അവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുള്ള ഈ മലയാള മണ്ണില് മലയോര കർഷകന്റെ നിലവിളികളോ ചിന്തകളോ ദുരിതങ്ങളോ ഒന്നും ഒരു ഭരണകൂടത്തിന്റെയും ചെവികളിലേക്ക് എത്തപ്പെടാൻ പോകുന്നില്ല. സ്വന്തം ജീവനും സ്വത്തിനും സ്വയം സംരക്ഷണം നൽകേണ്ട ഒരു ഗതികേടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതാണ് പ്രബുദ്ധ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ.